അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മൈലാപ്പൂർ ഷൗക്കത്ത് ഉസ്താദിൻ്റെ ഭവനത്തിലാണ്. നമ്മൾ കുറേ വീഡിയോകൾ ഉസ്താദിൻ്റെ ചെയ്തിട്ടുണ്ട്. ത്യാഗോജ്ജലമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയാണ് നമ്മുടെ കൂടി ഇരിക്കുന്നത്. അൽഹംദുലില്ലാഹ് ഒരുപാട് ചരിത്രങ്ങൾ 47ഓളം ഗ്രന്ഥങ്ങൾ രചിച്ചതും അതേപോലെ പഠനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്നത്തെ വിഷയം പോലും വിജ്ഞാനദാഹികൾക്ക് വേണ്ടിയുള്ള വളരെ ബൃഹത്തായ ഒരു വിഷയത്തിൻ്റെ തുടക്കമാണ് കുറിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പകർന്നു കേൾക്കാനുണ്ട്. അൽഹംദുലില്ലാഹ് ഏകദേശം 100-നടുത്ത് പ്രായമുണ്ട്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാണ്. ഇനിയും ധാരാളം കാര്യങ്ങൾ നമുക്ക് പകർന്നു കേൾക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകുമാറാകട്ടെ. ചെയ്തതും ഇനി ചെയ്യുന്നതുമായ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഉസ്താദിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പുതിയ വിഷയത്തിന് തുടക്കം കുറിക്കുകയാണ്, പ്രത്യേകിച്ച് കവിതകളുമായി ബന്ധപ്പെട്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്, അതായത് സാഹിത്യ ലോകത്തെ വെല്ലുവിളിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അതിന് എല്ലാ സാഹിത്യങ്ങളെയും കവച്ചു വെക്കുന്ന പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് ഇറങ്ങിയ സംഭവങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് ഉസ്താദ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരും. അല്ലാഹു തആല എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട നമ്മുടെ കൊട്ടുകാട് അബ്ദുസ്സലാം മുസ്ലിയാരാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ സംവിധാനവുമായിട്ട് ഈ മദ്രസകൾ, ഈ വിദ്യാർത്ഥികൾ, ഈ ജനങ്ങൾ ഇൽമിലേക്ക് എങ്ങനെ വരണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരുപാട് സേവനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. പുതിയ 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 കണ്ടുപിടുത്തങ്ങൾ ഓരോന്നും നോക്കി എളുപ്പ വഴികൾ എന്തെല്ലാം ഉണ്ട് മാർഗങ്ങൾ എന്ന് കണ്ടുപിടിച്ചുകൊണ്ട് അദ്ദേഹം നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. അത് സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് ഒരു വിവരണം എൻ്റെ പ്രസംഗത്തിൻ്റെ പിന്നാലെ അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ അത് മാറ്റിവെക്കുകയാണ്. ബൈത്തുൽ ഖുർആൻ എന്ന പ്രത്യേകമായ, ബൈത്തുൽ ഖുർആൻ ആൻഡ് ലൈബ്രറി എന്ന പ്രത്യേകമായ ഒരു പരിശുദ്ധമായ സ്ഥാപനവുമായിട്ടാണ് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ കൊട്ടുകാട് അബ്ദുസ്സലാം മൗലവി ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അത് വളരെ പ്രയോജനപ്രദമായ വിധത്തിൽ അള്ളാഹു ആക്കി തീർക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആദ്യമേ. എന്നിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. നമ്മുടെ വിഷയത്തിലേക്ക് ഇന്ന് ഞാൻ കിടക്കുന്ന ഒരു പുതിയ വിഷയം. ഞാൻ എൻ്റെ പഴയ കാലത്ത് വഴക്ക് പരമ്പരകൾ നടത്തിയിരുന്ന ഒരു കാലത്ത് സംസാരിച്ചത് എങ്ങനെയാണോ അതുപോലെ മറ്റു വിഷയങ്ങൾ എടുക്കാതെയും മറ്റു വിഷയങ്ങളിലേക്ക് കടന്നു കയറാതെയും ഇരിക്കുന്നതിനുള്ള ഇരുന്നുകൊണ്ട് ഒരു വഴല് മാത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഉദ്ദേശിക്കുന്നത്. വഴലെന്ന് പറഞ്ഞാൽ ഉപദേശം. എന്തിനു വേണ്ടിയാണ് ഈ ഉപദേശം? കവിത ഈ ലോകത്ത് എങ്ങനെ സ്ഥിരപ്പെട്ടു? എന്താണ് കവിത? ആ കവിതയും സാഹിത്യവുമായുള്ള ബന്ധം എന്താണ്? ആ കവിതയെ അല്ലെങ്കിൽ സാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഇതൊക്കെയാണ് നമ്മുടെ പഠനം. അതിന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു മഹാകവിയെ കൊണ്ടുവന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയാണ്, കാണിച്ചു തരികയാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന മഹാകവി, ഒരു കവി കുടുംബം അന്ന് അറേബ്യയിൽ ഉണ്ടായിരുന്നു. അറബി നാട്ടിൽ ഒരു കവി കുടുംബം. കവി കുടുംബം എന്ന് പറഞ്ഞാൽ അനേകം കവികൾ ഒരു കുടുംബത്തിൽ ഉണ്ടാകുമ്പോഴാണ് കവി കുടുംബം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കവി കുടുംബം എന്ന് പറയുകയില്ല. ആരാണ്? കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന കവികൾ. അതെല്ലാം നമുക്ക് ചിന്തിച്ചുകൊണ്ട് നമ്മൾ മലയാള നാട്ടിൽ ഒരു കവി കുടുംബമുണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരികയാണ്. മലയാള നാട്ടിൽ നമ്മുടെ നാലപ്പാട്ട് നാരായണ മേനോൻ, ബാലാമണി അമ്മയും, ആ ചരിത്രം നിങ്ങൾക്കറിയാം. ഒരു കവിയും കവയിത്രിയും. അവർ എന്നാലും കവി കുടുംബമായില്ല. പക്ഷേ കമലാ സുരയ്യ കൂടി അവിടെ പ്രസവിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, കമല വളർന്നു കഴിഞ്ഞപ്പോൾ, പരിശുദ്ധമായ ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ, ആദ്യമേ മ്ലേച്ഛമായ ജീവിതവും സാഹിത്യങ്ങളും ഒക്കെയായിട്ട് വന്നത്, ആ സാഹിത്യങ്ങൾ എല്ലാം തന്നെ പരിശുദ്ധമായ വിധത്തിലേക്ക് മാറ്റിമറിച്ചെടുക്കുവാൻ അവർക്ക് സാധിച്ചു. ആ കഥ ഞാനിപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നതല്ല. ആ മഹദി മണി അവരുടെ അന്ത്യം കുറിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല
അവരുടെ സാഹിത്യത്തിന്റെ എല്ലാത്തിൻ്റെയും മഹത്വത്തെ എടുത്തു കാണിച്ചുകൊണ്ട് പരിശുദ്ധമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കടന്നു കയറാൻ ഒരു വഴി അല്ലാഹു ഒരുക്കി കൊടുത്തതാണ്. അത് അവരുടെ ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ദീനിലേക്ക് അവർ വരുന്നത്. അതിനു മുമ്പ് കമല അത് സുരയ്യാകുന്നതിന് മുമ്പ് കമല അവരുടെ കുടുംബത്തിൽ പിറന്ന ഒരു കവയിത്രിയായതുകൊണ്ട് ആ കുടുംബത്തിന് ഒരു പേര് സമ്പാദിച്ചു. മലയാള നാട്ടിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു കുടുംബം എന്താണ്? കവി കുടുംബം എന്ന് പേരോടുകൂടി ജീവിക്കാൻ നാലപ്പാട്ട് നാരായണ മേനോനും ബാലാമണി അമ്മയ്ക്ക് സാധിച്ചു. അപ്പോൾ ന്റെ കുടുംബത്തിലേക്ക് നമുക്ക് കിടക്കാൻ എളുപ്പ വഴിയിലേക്ക് ഞാൻ അങ്ങ് ചാടിക്കടന്നു പോവുകയാണ്. കൂടുതൽ നീക്കിപ്പിച്ചുകൊണ്ട് പോകാൻ സമയമില്ല. സുഹൈർ എന്ന് പറഞ്ഞാൽ അവിടെ എത്ര കവി? ഇവിടെ 3 കവികൾ നിങ്ങൾ എണ്ണി വെച്ചോണ്ടേ, കയ്യിൽ എണ്ണിക്കൊണ്ടേ, 1 2 3 എണ്ണി വെച്ചോളി. കഅബ് ബിൻ സുഹൈറിന്റെ കവിത എടുക്കാം, കഅബ് ബിൻ സുഹൈറിന്റെ കാലമെടുക്കാം. 1400 വർഷങ്ങൾക്കപ്പുറം ഉണ്ടായിരുന്ന ഒരു കവി, മഹാകവി. കവിതയിൽ എഴുതുന്നതെല്ലാം കവിതയിൽ, വായിക്കുന്നതെല്ലാം നോക്കെല്ലാം കവിതയിൽ, ജ്യേഷ്ഠനും അനുവനുമായിട്ട് കത്തിടപാടുകൾ നടത്തുന്നതെല്ലാം കവിതയിൽ. നോക്കണേ, കത്തിടപാടുകൾ നടത്തുന്നതെല്ലാം കവിതയിൽ, ബാപ്പയും മകനുമായിട്ട് കത്തിടപാടുകൾ നടത്തുന്നത് കവിതയിൽ. അങ്ങനെ വളർന്നു വന്ന ഒരു കവി കുടുംബം. അദ്ദേഹത്തിന്റെ പിതാവ്, കഅബിന്റെ പിതാവ്, എൻ്റെ പേരാണ് സുഹൈർ. ആ സുഹൈർ ഒരു കവിയായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പിതാവ് അബൂ സുൽമ, അതും മഹാനായ ഒരു കവി വരേണ്യനായിരുന്നു, അറബി കവി. മാമ ഒരാളേ ഉള്ളൂ, ബസാമ. 2 പേരുണ്ടായിരുന്നത് 2 കവയിത്രിമാരാണ്, സഹോദരിമാർ. പിതാവിന്റെ 2 സഹോദരിമാർ. അപ്പോൾ കഅബിന്റെ അമ്മാവിമാർ, മാമിമാർ സുൽമ, കുൽസൂം. പിന്നെ സ്വന്തം അനുജൻ ഒരാളുണ്ടായിരുന്നു, അഹ്. അയാളുടെ പേര് ബുജൈർ എന്നായിരുന്നു. ബുജൈർ എന്ന കവി ഇവർ 2 പേരും കൂടി ആട് മേയ്ക്കാൻ പോയതാണ്. ആട് മേയ്ക്കാൻ പോയപ്പോൾ അനുജൻ, ഞാൻ നബിയെ മദീനയിൽ ചെന്ന് കണ്ടിട്ട് വരാം, കണ്ടിട്ട് വന്നിട്ട് സത്യമാണോ അല്ലയോ എന്നറിഞ്ഞു വരാം, മുഹമ്മദ് എന്നൊരാൾ ദീനീ പ്രബോധനം നടത്തുന്നത് നേരാണോ എന്നറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ജ്യേഷ്ഠനെ ഇവിടെ നിർത്തിയിട്ട് അങ്ങ് പോയി. അനുജനങ്ങ് പോയി നബിയെ കണ്ടു കഴിഞ്ഞപ്പോൾ സത്യമായ മതമാണ്, അങ്ങ് ഇസ്ലാമിലേക്ക് കടന്നു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങോട്ട് വരാൻ പിന്നീട് സാധ്യമല്ലാത്ത വിധത്തിലായി അനുജൻ കത്തെഴുതുകയാണ്, കവിതയിൽ കത്തെഴുതുകയാണ്. ആ കവിതയൊന്നും വർണ്ണിക്കുവാനുള്ള സമയം ഞാൻ ഇപ്പോഴെടുക്കുന്നില്ല. എടുത്താൽ നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാൻ കഴിയില്ല. അനിയൻ ജ്യേഷ്ഠന് കത്തെഴുതുകയാണ്, എൻ്റെ ജ്യേഷ്ഠ, നീ ഇന്ന കാരണത്താൽ നീ അവതാരത്തിലായി പോയിരിക്കുകയാണ്. കാരണം എന്താണ്? ഒരു കവിത, വിളശ്യമായ ഒരു കവിത, സത്യവിരുദ്ധമായ ഒരു കവിത, അനാവശ്യമായ ഒരു കവിത എഴുതിയതിന് അതീതി വാചകമാണ്. ആരെങ്കിലും കഅബിനെ കാണുകയാണെങ്കിൽ കൊന്നുകളയട്ടെ എന്ന് പ്രഖ്യാപനം ആരാണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചിരിക്കുക. ആ ഓർഡർ വന്നു കഴിഞ്ഞപ്പോൾ സഹാബാക്കളെല്ലാം ഊഴിപ്പിടിച്ച വാളുമായി വരികയാണ്. കഅബിനെ കണ്ടാൽ ഉടനെ വാളൂരുന്നതിന് വേണ്ടി തയ്യാറാക്കി നടക്കുന്നവർ. അങ്ങനെയുള്ള ഭയങ്കരമായ രംഗം വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെ അവിടെ രക്ഷപ്പെടാനൊക്കും? അനുജൻ അവിടെ നിന്നുകൊണ്ട് കത്തെഴുതിയത് ഇങ്ങനെയാണ്, രഹസ്യമായ കത്ത്. ജ്യേഷ്ഠ, നീ ഈ നബിയെ കണ്ട് ഞാൻ സത്യമാണ് ഈ കാണുന്നത്, ഈ നബിയെ കണ്ട് നീ പരിശുദ്ധിയിലേക്ക് മടങ്ങി വാ, അതിനുവേണ്ടി കാര്യമുണ്ടാക്കുക. അങ്ങനെ അവർ 2 പേരുമുള്ള കത്തിന്റെ ജ്യേഷ്ഠൻ അനുജന് വേണ്ടി കത്തെഴുതിയിരിക്കുന്ന കഥയുമുണ്ട്. അതൊന്നും ഇപ്പോൾ വർണ്ണിച്ച് ഞാൻ സമയമെടുക്കുന്നില്ല. സഹോദരങ്ങളെ, എവിടെ കണ്ടാലും കൊന്നുകളയുവാൻ പറഞ്ഞിരിക്കുന്ന ഓർഡർ അനുസരിച്ച് കഅബിനെ കൊല്ലുന്നതിന് വേണ്ടി വാളും മൂരി നടക്കുന്ന പ്രവാചകന്റെ അനുയായികൾ നമ്മുടെ സഹാബാക്കൾ കാണാം. ആ രംഗത്ത് വെച്ച് നേരിട്ട് വരാൻ കഴിയുകയില്ല, നേരിട്ട് രംഗത്തേക്ക് ഇറങ്ങാൻ കഴിയുകയില്ല. കഅബ് പശ്ചാത്തപിച്ചു, ഖേദിച്ചു മടങ്ങി.
പക്ഷേ വെളിയിലിറങ്ങിയാൽ ഉടനെ കൊന്നുകളയും. എങ്ങനെയോ വേഷം മാറി, കണ്ടാൽ കഅബാണെന്ന് ഒരിക്കലും പറയാത്ത വിധത്തിലുള്ള വേഷവിധാനങ്ങളോടുകൂടി കഅബ നടന്നിഞ്ഞു പോരുന്നു. ഒരിക്കൽ ഏതാനും ദിവസം കഴിഞ്ഞിട്ട്, കൂടുതൽ ദിവസങ്ങളൊന്നും കഴിഞ്ഞില്ല, പെട്ടെന്ന് തന്നെ കഅബ നേരെ നബിയുടെ അടുക്കലേക്ക് വരികയാണ്. ഇവിടെയാണ് സഹാബാക്കളെല്ലാം കൂടിയിരിക്കുന്ന വമ്പിച്ച ഒരു സദസ്സാണ്. ആ സദസ്സിലേക്ക് നടന്ന് ഈ കയറുകയാണ്. ആരാണ് വരുന്നതെന്ന് ആരും അറിയാതെ നോക്കിയിരിക്കുകയാണ്. കഅബാണെന്നറിഞ്ഞാൽ ഉടൻ തന്നെ അവരുടെ കയ്യിലെല്ലാം വാളുകൾ, ഊരിയ വാളുകൾ ആയിട്ട് നടക്കുന്ന കൂട്ടത്തിലാണ്. കഅബാണെന്ന് അറിഞ്ഞാൽ ഉടനെ കൊന്നുകളയും. ആ അവസ്ഥയിലാണ് കഅബ വരുന്നത്. ആരും അറിഞ്ഞിട്ടില്ല കഅബാണെന്ന്. നബിയുടെ മുമ്പിൽ വന്നു.